ഭാര്യയുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായ പൈസ ഭാര്യ വേറൊരാൾക്ക് ഈ ഭർത്താവ് അറിയാതെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വീട്ടിൽ വലിയ കലഹം ഉണ്ടാവും. ഇത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സംഭവം. ഒരു പ്രവാസിയായ ഒരു വ്യക്തി, അയാൾ ജോലി ചെയ്യുന്നുണ്ട്, ഭാര്യയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിലെ എക്സ്പെൻസൊക്കെ കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന പൈസ സാധാരണഗതിയിൽ ഭാര്യയാണ് ഇയാൾ ഏൽപ്പിക്കുന്നത്. ഭാര്യയാണ് നാട്ടിലോട്ട് പൈസ അയക്കുന്നതും രണ്ട് വീട്ടിലേക്കുള്ള അപ്പനമ്മമാർക്കുള്ള ചിലവിന് കൊടുക്കുന്നതും വീട്ടിലെ ചിലവുകളൊക്കെ നടത്തുന്നതും ഭാര്യയാണ്. അപ്പം കുറേ വർഷമായിട്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അയാൾക്ക് പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പം ഭാര്യയോട് ഇയാൾ പൈസ വെച്ചപ്പം ഭാര്യയുടെ കയ്യിൽ എങ്ങും പൈസ ഇല്ല. നാട്ടിലും ഇവരുടെ ഈ പറയത്തൊക്കെ അയാൾ ഉദ്ദേശിച്ച കാശില്ല. അപ്പോൾ ചോദ്യം ചെയ്യലായി. അപ്പോൾ അയാൾ പതുക്കെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭാര്യ സ്ഥിരമായിട്ട് ഒരു മനുഷ്യന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിലുള്ള നല്ല എമൗണ്ടുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഈ ഭാര്യയും ആ മനുഷ്യനും തമ്മിൽ എന്തോ മറ്റ് ബന്ധമുണ്ട്. അപ്പോൾ അയാൾ ഫോണൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ മെസ്സേജസ് അയക്കുന്നുണ്ട്. പലപ്പോഴും ഈ ടൈപ്പ് ചെയ്ത മെസ്സേജല്ല, എപ്പോഴും വീഡിയോ ഓഡിയോ കോളാണ് ചെയ്യുന്നത്, ഫോൺ ചെയ്യാണ്, വാട്സപ്പ് ത്രൂ ആണ് ഇവർ ബന്ധപ്പെടുന്നത്. അപ്പം ഇവർ തമ്മിൽ ഇയാൾക്ക് വീട്ടിൽ ഭയങ്കര വഴക്കായി. ഭാര്യ എത്ര പറഞ്ഞിട്ടും ഇയാൾ അംഗീകരിക്കുന്നില്ല. വഴക്ക് ഒരു കുഴപ്പമില്ലാതെ പൊയ്ക്കൊടുന്ന കുടുംബജീവിതമാണ്, 2 മക്കളൊക്കെ ഉണ്ട്, എല്ലാം സ്മൂത്താണ്. അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അവർ 2-3 ബന്ധുക്കളും വന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വന്നു. അവർ സംസാരിച്ചു ചോദിച്ചു വന്നപ്പോൾ 1-2 വർഷം മുമ്പ് ആ നാട്ടിൽ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് വന്നൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഈ സ്ത്രീയുടെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, എന്താ സംഭവം, ഇവരുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോകും, ഇവർക്ക് കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പ്രശ്നപരിഹാരമായിട്ട് നാട്ടിൽ പല കാര്യങ്ങളും ഇയാൾ ചെയ്യുകയാണ്. അപ്പം അതിനുള്ള ചിലവിനുള്ള പൈസയാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. ഈ പഠിച്ച സ്ത്രീയാണ്, അത്യാവശ്യമൊക്കെ വിദ്യാഭ്യാസവും ജോലിയും ലോകപരിചയമൊക്കെയുള്ള സ്ത്രീയാണ്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒറ്റ ലേബൽ കാരണം ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഈ പൊട്ടി സ്ത്രീ വിശ്വസിച്ച് അയാൾക്ക് സ്ഥിരമായിട്ട് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. എന്തിനാ? ഭർത്താവിൻ്റെ ജീവൻ നിലനിർത്താനും കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കുടുംബത്തിൽ പ്രശ്നമായിപ്പോയി. പിന്നെ ഭർത്താവിനെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ 2-3 ദിവസം എടുത്തതേ ഉള്ളൂ. എങ്കിലും കാര്യങ്ങളൊക്കെ സ്മൂത്തായി. ഞാൻ പറഞ്ഞേ, നമ്മളുടെ കയ്യിലല്ല നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുക. നമ്മൾ ഈ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഈ ലോക പരിചയമൊക്കെ നേടുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രായോഗിക ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ വന്ന് നമ്മൾ പറയുമ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മളുടെ ഒരു ജനിച്ച വ്യക്തി മരിച്ചേ പറ്റത്തുള്ളൂ. ദൈവം വിചാരിക്കുന്ന സമയത്ത് അല്ല ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചേ പറ്റത്തുള്ളൂ. അതിന് എത്ര വ്യക്തി വിചാരിച്ചെന്ന് പറഞ്ഞാലും അത് തടുക്കാനും പറ്റത്തില്ല. അപ്പം ഇത്തരം ആൾക്കാർ വന്ന് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലെ കാശ് കണ്ടിട്ടാണ് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ കയ്യിലെ കാശും പോവും, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടെന്നിരിക്കും. ഒരു സംഭവം അറിഞ്ഞപ്പം ഒരു അറിവിലേക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു.